പച്ചോലത്തുമ്പില ഊഞ്ഞാലിലാടി, പച്ചോലത്തുമ്പില ഊഞ്ഞാലിലാടി. തെയ്താരേ 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 തെയ്തേ, തെയ്താരേ 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 തെയ്തേ, തെയ്താരേ 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 തെയ്തേ. അമ്മ വീട്ടിലേക്കുള്ള യാത്രകൾ അതൊരു നീണ്ട കാത്തിരിപ്പാണ് നീരജയുടെ. സ്കൂൾ ദിനങ്ങളുടെ വിരസത അകറ്റിയിരുന്നത് ഈ യാത്രയെക്കുറിച്ചുള്ള പ്രതീക്ഷകളായിരുന്നു, ഓർമ്മകളായിരുന്നു. സ്കൂൾ പൂട്ടിയാലുടൻ എത്തുന്ന നീരജയുടെ അച്ഛൻ, നീരജയുടെ അമ്മച്ചിയുടെ ഒരേ ഒരു ആങ്ങള അച്ഛൻ. അച്ഛൻ ഈ നീരജ സംഘവുമായി ചങ്ങനാശ്ശേരിയിലേക്ക്, തുരുത്തിയിലേക്ക് ഒരു യാത്രയുണ്ട്. അവിസ്മരണീയമായ മനോഹാരിത നിറഞ്ഞ ആ യാത്രകൾ ഇന്ന് ചങ്ങനാശ്ശേരിയിൽ, ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്കുള്ള യാത്രകൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടുള്ള 1 മണിക്കൂർ നീളുന്ന ഒരു നേർരേഖ യാത്രയാണ്. എന്നാൽ അന്ന് അങ്ങനെയല്ല. 3 പാലങ്ങളുടെ സ്ഥാനത്ത് 6 കുറുകെ കിടക്കുന്ന ചങ്ങാടങ്ങളിലോ കെട്ടുവള്ളങ്ങളിലോ ഉള്ള 3 കുഞ്ഞു യാത്രകൾ കൂടിയാണിത്. ആദ്യത്തെ ചങ്ങാടം പള്ളാത്തുരുത്തിയിൽ നിന്നാണ്. ആ ചങ്ങാടത്തിൽ കയറുമ്പോഴുള്ള ആ യാത്രയുടെ ഒരു മനോഹാരിത, അതൊരു ദൃശ്യവിസ്മയം തന്നെയായിരുന്നു. പച്ച പരവതാനി വിരിച്ച പാടങ്ങളും ഓളങ്ങൾ അലതല്ലുന്ന ആ കായലും പുഞ്ചപ്പാടത്തുനിന്ന് വരുന്ന സുഗന്ധവാഹിയായ ആ കാറ്റും എല്ലാം കൂടെ തികഞ്ഞ ആ യാത്രകളുടെ മനോഹാരിത അവർണ്ണനീയം എന്ന് തന്നെ പറയാം. നീരജ ഒട്ടേറെ ആസ്വദിച്ചിട്ടുള്ള, അവിസ്മരണീയമായി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു നയനാനന്ദകരമായ ഒരു കാഴ്ചയുടെ ഉത്സവമാണത്. തുരുത്തിയിലെ ആ വീട്ടിൽ ചെന്ന് കയറിയാലോ, 10-12 മാവുകളും അതിലേറെ പ്ലാവുകളും കമ്പിളി നാരകങ്ങളും പേരമരങ്ങളും പൂത്തു നിൽക്കുന്ന ഫലഭൂയിഷ്ടമായ ഒരു ഭൂമി. അതിൻ്റെ നടുക്കായി പഴയ മട്ടിലുള്ള അറയും പുരയും പത്തായവും ഒക്കെയുള്ള പഴയ രൂപത്തിലുള്ള ഭാവങ്ങളുള്ള ഒരു വീടും, ഇതിൻ്റെ പുറകിലായി ഒരു പാടവും. ഈ പാടത്തേക്കിറങ്ങുന്ന വഴുക്കലുള്ള പടവുകളിൽ എത്ര നേരമാണ് നീരജ ഇരുന്നിട്ടുള്ളത്. പ്രഭാതത്തെ നിരീക്ഷിച്ചുകൊണ്ട്, ആ പാടവരമ്പത്തിനരികിലുള്ള കൈത്തോടിനെ നിരീക്ഷിച്ചുകൊണ്ട്, ആ തോടിലുള്ള അലയൊഴുകുന്ന ആ ഒഴുക്ക് കണ്ടുകൊണ്ട്, ഓളത്തോടും മേഘത്തോടും കിന്നാരം പറയുന്ന ഊത്തമീൻ കൂട്ടത്തെ കണ്ടുകൊണ്ട് എത്രയോ സമയമാണ് നീരജ അവിടെ ഇരുന്നിട്ടുള്ളത്, നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. കിഴക്കൻ വള്ളം പാഞ്ഞെത്തുന്ന ഒരു സമയമുണ്ട്. ഈ തോടിനടിയിൽ പതുങ്ങിയിരിക്കുന്ന മീനുകളെല്ലാം പുറത്തു വരും. ആ സമയത്ത് ചെറിയ കൂടോ ചെറിയ വലയോ ഉപയോഗിച്ച് വള്ളത്തിയും കോലാനും പരൽമീനും എല്ലാം പിടിച്ചെടുക്കും. ആ തുരുത്തി വീടിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഊത്തമീൻ പീര. ഈ ഊത്തമീനുകൾ പച്ചമാങ്ങ കഷ്ണങ്ങളിട്ട് തേങ്ങയും ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് തുടങ്ങിയവ തിരുമ്മി ചേർത്ത് പിടിപ്പിച്ച് വറ്റിച്ചെടുക്കുന്ന ഊത്തമീൻ പീര കൊതിയൂറുന്ന ഒരു രസക്കൂട്ട് തന്നെയായിരുന്നു അത്, രുചിക്കൂട്ട് തന്നെയായിരുന്നു അത്. അതിൻ്റെ കൂടെ അമ്മായിയുടെ ഒരു സ്പെഷ്യൽ ഉണക്കമാങ്ങ അച്ചാറും, പാടത്ത് വിളയുന്ന കുന്നല്ലരി തന്നെ കുത്തിയെടുത്തുണ്ടാകുന്ന ആ കുത്തിരിച്ചോറും ഒക്കെ കൂട്ടിയുള്ള ആ ഊണും മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഒരു സന്ധ്യാപ്രാർത്ഥനയുണ്ട്. വിരുന്നിനെത്തുന്ന കൊച്ചുമക്കളെല്ലാം ചേർന്ന്, അച്ഛൻ്റെ 5 പേരും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു വലിയ സംഘം തന്നെ രൂപപ്പെടും. സന്ധ്യാപ്രാർത്ഥന വളരെ ഭക്തിയേറിയതും എന്നാൽ ഒരു ചിരി മനസ്സിൽ വരുന്നതുമായ ഒരു സംഭവമായിരുന്നു. നീരജ മനസ്സിലൊരു ചിരിയോടുകൂടി നിരീക്ഷിച്ചിരുന്നതായിരുന്നു അവിടുത്തെ സന്ധ്യാപ്രാർത്ഥന. പല ഈണത്തില്
ശ്രുതിഭംഗം വന്ന ഒരു കവിതാലാപനം പോലെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്ന ഒരാളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയും വിട്ടു ചൊല്ലുന്ന മറ്റൊരാളുണ്ട്. ഇതെല്ലാം കഴിയുമ്പോഴോ ഒരു സ്തുതി കൊടുക്കൽ എന്നൊരു ചടങ്ങുണ്ട്. വീട്ടിലെ ഏറ്റവും മൂത്തയാൾക്ക് വേണം ആദ്യം സ്തുതി കൊടുക്കാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യത്തെ സ്തുതികളൊക്കെ കേമമാണ്. പക്ഷെ അവസാനത്തെ ആളിലെത്തുമ്പോഴോ അത് നേർത്ത് ഈശോ എന്ന് മാത്രമാകും. ഇരുന്നിടത്തിരുന്ന് ഉറക്കം തൂങ്ങി ഫ്ലൈങ് സ്തുതി കൊടുക്കുന്ന ഒരു മടിച്ചിക്കുട്ടി കൂടി ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഉറക്കപ്പായയിലേക്ക് എത്തുമ്പോൾ അതൊരു വലിയൊരു മഹാസംഭവം, ഒരു ദിവസം, ഒരു സംഭവം പോലെ കഴിഞ്ഞതായിട്ടാണ് നീരജയ്ക്ക് അനുഭവപ്പെട്ടിരുന്നത്. തത്തമ്മ ചുണ്ടിലും വായ്ത്താരിയുണ്ടേ, പച്ചക്കിളി പെണ്ണും ആടുന്നുണ്ടേ, തത്തിക്കളിച്ചവൾ ആടുന്നുണ്ടേ. തെയ്താരേ 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 തെയ്തേ, തെയ്താരേ 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 തെയ്തേ, തെയ്താരേ 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 തെയ്തേ, തെയ്താരേ 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 തെയ്തേ, തെയ്താരേ തെയ്തേ തെയ്താ